പച്ചപ്പ് നിറഞ്ഞ ഒരു കേരളീയ ഗ്രാമത്തിലായിരുന്നു മാധവന്റെയും സുമിതയുടെയും താമസം. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. 10ാം ക്ലാസ്സുകാരൻ അഭിജിത്തും 8ാം ക്ലാസ്സുകാരി അഞ്ജലിയും ആ വീടിന്റെ ഐശ്വര്യമായിരുന്നു. പഠനത്തിലും കലാകായിക കാര്യങ്ങളിലും മിടുക്കരായ മക്കൾ, സ്നേഹനിധിയായ ഭാര്യ. മാധവന്റെ ലോകം ഈ 4 ചുവരുകൾക്കുള്ളിലാണ്. അയൽവാസികൾ പലപ്പോഴും പറയും, ഒരു കുടുംബം എങ്ങനെയാകണമെന്നതിന് മാധവന്റെ വീട് കണ്ട് പഠിക്കണം. മാധവൻ അടുത്തുള്ള പട്ടണത്തിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. കഠിനാധ്വാനിയായ അയാൾ തന്റെ കുടുംബത്തിന് ഒരു കുറവും വരുത്താതെ നോക്കി. എന്നാൽ അയാളുടെ സ്വഭാവത്തിൽ ഒരു കടുപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും യാചകരോടും അയാൾക്ക് വലിയ മതിപ്പില്ലായിരുന്നു. മടിയന്മാരായതുകൊണ്ടാണ് പലരും പട്ടിണി കിടക്കുന്നത് എന്നാണ് അയാളുടെ ഉറച്ച വിശ്വാസം. എന്നാൽ സുമതി നേരെ തിരിച്ചായിരുന്നു. അലിവും കരുണയും നിറഞ്ഞ ഒരു ഹൃദയമായിരുന്നു അവളുടേത്. സുമതി അടുക്കളയിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ്. നല്ല മട്ട അരിയുടെ ചോറും മീൻ കറിയും പയറുപ്പേരിയും ചേർന്ന മണം വീടിന്റെ ഹാളിലൊക്കെ നിറഞ്ഞു നിന്നു. അപ്പോഴാണ് മുറ്റത്തൊരു ചെറിയ അനക്കം കേട്ടത്. മക്കൾ രണ്ടുപേരും കൗതുകത്തോടെ നോക്കി. ഏകദേശം 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി ഗേറ്റിനരികിൽ നിൽക്കുന്നു. വസ്ത്രങ്ങൾ മുഷിഞ്ഞതാണ്, തലമുടി പാറി പറന്നു കിടക്കുന്നു. അവൻ തളർച്ചയോടെ കൈകൾ കൂപ്പി നിന്നു. ആ മുഖത്തെ ക്ഷീണവും കണ്ണു കുഴിഞ്ഞ അവസ്ഥയും കണ്ടാൽ ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ടില്ലെന്ന് ആർക്കും മനസ്സിലാകും. അമ്മേ, ഇവിടെ ആരോ വന്നിരിക്കുന്നു, അഞ്ജലി ഉറക്കെ വിളിച്ചു പറഞ്ഞു. സുമതി കൈകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ആ കുട്ടിയുടെ ദയനീയ രൂപം കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ അവനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. പേടിയോടെ അവൻ വരാന്തയുടെ പടിയിൽ കയറി ഇരുന്നു. തന്റെ മകൻ അബിയേക്കാൾ പ്രായം തോന്നിക്കില്ല അവന്. എന്താ മോനെ, വിശക്കുന്നുണ്ടോ? സുമതി മെല്ലെ ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല, ഒന്ന് തലയാട്ടി എന്ന് മാത്രം. സുമതി ഒട്ടും താമസിച്ചില്ല. അകത്തു പോയി മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന വിഭവസമൃദ്ധമായ ചോറ് ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റ് നിറയെ വിളമ്പി. കൂടെ നല്ലൊരു കഷ്ണം മീൻ വറുത്തതും വെച്ചു. പുറത്തു വന്ന് അവൾ ആ തളിക അവന് നീട്ടി. കഴിക്കുമോനെ, വയറ് നിറയെ കഴിക്ക്. കുട്ടികൾ രണ്ടുപേരും അവന്റെ അരികിലിരുന്നു. അവരവനെ പേടിയോടെയല്ല, മറിച്ച് സഹതാപത്തോടെയാണ് നോക്കിയത്. അവൻ ഓരോ ഉരുള ചോറും അതിയായ ആവേശത്തോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ സുമതിയുടെ കണ്ണുകൾ നിറഞ്ഞു. വിശപ്പെത്ര ക്രൂരമാണെന്ന് അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അഭിജിത്തും അഞ്ജലിയും അവരുടെ കയ്യിലുണ്ടായിരുന്ന മിഠായികളും അവന് നൽകി. ആ വീടിന്റെ വരാന്തയിൽ സ്നേഹത്തിന്റെയും വിശപ്പടക്കുന്നതിന്റെയും ഒരു സുന്ദര നിമിഷം വിരിഞ്ഞു. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. മാധവൻ തന്റെ സ്കൂട്ടറിൽ വന്നിറങ്ങി. വരാന്തയിൽ ഒരു യാചക ബാലൻ ഇരിക്കുന്നത് കണ്ടതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. കയ്യിലുണ്ടായിരുന്ന ബാഗ് ദേഷ്യത്തോടെ നിലത്തിട്ട് അയാൾ ചുവന്ന കണ്ണുകളോടെ ഉമ്മറത്തേക്ക് നടന്നു വന്നു. മാധവൻ ഉമ്മറത്തേക്ക് കയറി വരുമ്പോൾ കണ്ട കാഴ്ച അയാളുടെ നിയന്ത്രണം തെറ്റിച്ചു. താൻ വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന പണം കൊണ്ട് വാങ്ങിയ ആഹാരം തെരുവിലെ ഏതോ ഒരു അഴുക്കു പിടിച്ച പയ്യൻ കഴിക്കുന്നു. അതും തന്റെ മക്കൾക്കും ഭാര്യക്കുമൊപ്പം അതേ വരാന്തയിൽ ഇരുന്നു കൊണ്ട്. മാധവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അയാളുടെ കണ്ണുകളിൽ അഗ്നി പടർന്നു. സുമതി! അയാളുടെ അലർച്ച ആ വീടിന്റെ ചുവരുകളെ പോലും വിറപ്പിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ പയ്യൻ പേടിച്ച് വിറച്ചുപോയി. അവന്റെ കയ്യിലിരുന്ന ഒരു ഉരുളച്ചോർ താഴെ വീണു. സുമതി വിറക്കുന്ന കൈകളോടെ ഭർത്താവിനടുത്തേക്ക് വന്നു. അത് പിന്നെ ഈ കുട്ടി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ സങ്കടം തോന്നി. അവൾ വാക്കുകൾ കിട്ടാതെ പതറി. സങ്കടമോ? നിന്റെ ഈ വെറും സങ്കടം തീർക്കാൻ എന്റെ പണം വേണോ? മാധവൻ ആക്രോശിച്ചു. അധ്വാനിക്കാതെ തെണ്ടി നടക്കുന്നവന്മാരെ വീട്ടിൽ കയറ്റി ഊട്ടാനാണോ ഞാൻ ഓഫീസിൽ പോയി പണിയെടുക്കുന്നത്? കുട്ടികൾ രണ്ടുപേരും അച്ഛന്റെ ഈ ഭാഗം കണ്ട് പേടിച്ച് സുമതിയുടെ സാരിത്തുമ്പിൽ പിടിച്ചു തൂങ്ങി. അഭിജിത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, അവന് വല്ലാതെ വിശന്നിട്ടാ. ഞങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മ ഭക്ഷണം കൊടുത്തത്. മകന്റെ വാക്കുകൾ മാധവനെ കൂടുതൽ പ്രകോപിച്ചു. ഈ തെണ്ടികളെ സ്നേഹിക്കാനാണോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? അയാൾ മുന്നോട്ട് ആഞ്ഞു. ആ പാവം പയ്യൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാധവൻ തന്റെ കാലുകൊണ്ട് ആ ഭക്ഷണപാത്രം ആന ചവിട്ടി. പാത്രം വരാന്തയിൽ നിന്ന് മുറ്റത്തെ മണ്ണിലേക്ക് തെറിച്ചു വീണു. മീൻ കറിയും ചോറും മണ്ണിൽ കലർന്നു. ആ കുട്ടിക്ക് ഒരു ഉരുള പോലും ബാക്കി കിട്ടിയില്ല. മാധവൻ അവിടെയും നിർത്തിയില്ല. ആ പയ്യന്റെ കൈക്ക് പിടിച്ച് വലിച്ചു മുറ്റത്തേക്കെറിഞ്ഞു. ഇനി പരിസരത്ത് നിന്നെ കണ്ടുപോയാൽ കാല് വെട്ടും ഞാൻ. അവൻ കരഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഓടി മറഞ്ഞു. തിരികെ വന്ന മാധവൻ സുമതിയുടെ നേരെ തിരിഞ്ഞു. നിനക്ക് അത്രക്ക് ദാനധർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നിൽക്കണ്ട, ഇറങ്ങി പോകാം നിനക്ക്. എന്റെ വീട്ടിൽ ഞാൻ പറയുന്നത് മാത്രം മതി. സുമതി തകർന്നു പോയി. പട്ടിണിക്കാരന്റെ വയറ് നിറക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ
എന്ന് അവൾക്ക് മനസ്സിലായില്ല. ആ കുട്ടിക്കൽപ്പം ആഹാരം കൊടുത്തത് ഇത്ര വലിയ കുറ്റമാണോ? ആ കുട്ടിയുടെ കണ്ണിലെ സങ്കടം നിങ്ങൾ കണ്ടില്ലേ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സങ്കടം നോക്കാൻ തുടങ്ങിയാൽ നമ്മൾ തെരുവിലാകും. മര്യാദക്കകത്തു കയറിപ്പോ. ഇനി മേലിൽ ഒരു തെണ്ടിയും ഈ പടി കടക്കരുത്, മാധവൻ അലറി. അന്ന് ആ വീട്ടിൽ ആരും ആഹാരം കഴിച്ചില്ല. സുമതി അടുക്കളയുടെ മൂലയിൽ ഇരുന്ന് വിതുമ്പി. അഭിജിത്തും അഞ്ജലിയും ആ മണ്ണിൽ കിടക്കുന്ന ചോറ് നോക്കി സങ്കടപ്പെട്ടു. മാധവൻ തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. സ്നേഹം നിറഞ്ഞു നിന്നിരുന്ന ആ വീട്ടിൽ ആദ്യമായി വെറുപ്പിന്റെയും അഹങ്കാരത്തിന്റെയും വിത്തുകൾ പാകപ്പെട്ടു. ആ പാവം പയ്യന്റെ കണ്ണുനീരും വീണുടഞ്ഞ ഭക്ഷണ തളികയും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. മുറ്റത്തെ മണ്ണിൽ ചിതറിക്കിടക്കുന്ന ചോറിലേക്കും മീൻ കഷ്ണങ്ങളിലേക്കും നോക്കി സുമതി ഒരു പ്രതിമയെ പോലെ തരിച്ചു നിന്നു. ആ പാവം പയ്യൻ പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടി മറഞ്ഞ ദിശയിലേക്ക് അവൾ കണ്ണു നട്ടിരുന്നു. അവന്റെ വിശപ്പടക്കാൻ സ്നേഹത്തോടെ വിളമ്പി നൽകിയ ആഹാരത്തെയാണ് മാധവൻ തന്റെ ചെരുപ്പിട്ട കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചത്. ആ ആഹാരത്തോടൊപ്പം തകർന്നു പോയത് സുമതിയുടെ മനസ്സിലെ ഭർത്താവിനോടുള്ള ബഹുമാനം കൂടിയായിരുന്നു. ആ വീട്ടിൽ അതുവരെ നിലനിന്നിരുന്ന ഐശ്വര്യം ആ നിമിഷം പടിയിറങ്ങിയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അന്ന് വൈകുന്നേരം ആ വീട്ടിൽ മരണം തളം കെട്ടിയതുപോലെയുള്ള നിശബ്ദതയായിരുന്നു. സാധാരണ സന്ധ്യാസമയത്ത് മക്കൾ ഉമ്മറത്തിരുന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാറുള്ളതാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ അയൽവാസികൾ പറയും, മാധവന്റെ വീട്ടിലെ ഐശ്വര്യം ആ കുട്ടികളുടെ പ്രാർത്ഥനയാണ് എന്ന്. എന്നാൽ അന്ന് അഭിജിത്തും അഞ്ജലിയും ഒന്നും മിണ്ടിയില്ല. അവർ അച്ഛനെ ഭയന്ന് മുറിയുടെ ഇരുളടഞ്ഞ മുറിയിൽ ഒതുങ്ങിക്കൂടി. തങ്ങളെ പൊന്നുപോലെ നോക്കുന്ന അച്ഛൻ ഇത്രയും ക്രൂരനാണെന്ന് അവർ ആദ്യമായി തിരിച്ചറിഞ്ഞു. ആ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്ത ചോറ് മണ്ണിലിട്ട് ചവിട്ടിയ അച്ഛന്റെ ചിത്രം അവരുടെ കുരുന്നു മനസ്സുകളിൽ ഒരു ഉണങ്ങാത്ത മുറിവായി മാറി. രാത്രി ഭക്ഷണം കഴിക്കാൻ മാധവൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. കൈ കഴുകി ഇരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് താനെന്തോ വലിയ കാര്യം ചെയ്ത പോലെയായിരുന്നു. സുമതി പാത്രങ്ങൾ ഓരോന്നായി ടേബിളിൽ വെച്ചു. ഓരോ തവണയും അവളുടെ കൈകൾ വിറക്കുന്നുണ്ട്. അവളൊന്നും സംസാരിച്ചില്ല. കരഞ്ഞു വീർത്ത കണ്ണുകൾ അയാളിൽ നിന്ന് മറച്ചു വെക്കാൻ അവൾ പാടുപെട്ടു. എന്താ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? മാധവൻ ചോദിച്ചു. ഒരു തെണ്ടിയെ പടിക്ക് പുറത്താക്കിയതിന് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കുറ്റക്കാരനാക്കുകയാണോ? സുമതി, നിന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ ചെയ്തതാണ് ശരി. ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവരെന്നും നമ്മുടെ പടിവാതിൽക്കൽ വന്ന് കൈനീട്ടും. അത് ശീലമാകും. അധ്വാനിക്കാതെ ജീവിക്കുന്ന ഒരു വർഗത്തെ വളർത്താൻ എനിക്ക് താല്പര്യമില്ല. സുമതി മറുപടി ഒന്നും നൽകിയില്ല. അവൾ തല താഴ്ത്തി നിന്നു. എന്നാൽ അഭിജിത്ത് പതിയെ തന്റെ പ്ലേറ്റിലേക്ക് നോക്കി ചോദിച്ചു, പക്ഷേ അച്ഛാ, അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് അമ്മ ഭക്ഷണം നൽകിയത്. ആഹാരം ദൈവം നൽകുന്നതല്ലേ? അത് മണ്ണിലിട്ട് ചവിട്ടുമ്പോൾ അച്ഛന് വിഷമം തോന്നിയില്ലേ? മകന്റെ ആ ചോദ്യം മാധവനെ വീണ്ടും ചൊടിപ്പിച്ചു. അയാൾ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് മേശപ്പുറത്ത് ഉറക്കെ അടിച്ചു. നീ എന്നെ പഠിപ്പിക്കാൻ വളർന്നോ? ആഹാരം എന്റെ പണം കൊണ്ട് വാങ്ങുന്നതാണ്. അത് ആർക്കു കൊടുക്കണം, എപ്പോൾ കളയണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ വെറും ഒരു കുട്ടിയാണ്. കുട്ടികൾ മുതിർന്നവർ പറയുന്നത് കേട്ടാൽ മതി. മിണ്ടാതെ കഴിച്ചു തീർത്തു പോയി കിടന്നുറങ്ങാൻ നോക്ക്. അയാളുടെ ആക്രോശം കേട്ട് കുട്ടികൾ പേടിച്ചു പോയി. പകുതി വിശപ്പടക്കി അവർ വേഗം എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം മുതൽ ആ വീടിന്റെ അന്തരീക്ഷം പൂർണ്ണമായും മാറി. മാധവൻ തന്റെ അധികാരം കുടുംബത്തിനു മേൽ കൂടുതൽ കടുപ്പിച്ചു. സുമതിക്ക് പുറത്തുള്ളവരോട് സംസാരിക്കാനോ ആർക്കെങ്കിലും സഹായം നൽകാനോ അനുവാദമില്ലാതെയായി. താൻ സമ്പാദിക്കുന്ന പണം എങ്ങനെ ചിലവാക്കണം എന്ന കാര്യത്തിൽ അയാൾ കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വീടിന്റെ ഗേറ്റിൽ അയാൾ ഒരു ബോർഡ് പോലും തൂക്കി. യാചകർക്ക് പ്രവേശനമില്ല. അത് കാണുമ്പോഴെല്ലാം സുമതിയുടെ നെഞ്ചു നീറി. താൻ വിളമ്പിയ ഭക്ഷണം കിട്ടാതെ പോയ ആ പാവം കുട്ടിയുടെ മുഖം അവൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ മഴ പെയ്യുമ്പോൾ അവൾ ഓർക്കും, അവൻ എവിടെയായിരിക്കും? അവനന്ന് രാത്രി ആഹാരം കഴിച്ചിട്ടുണ്ടാകുമോ? ദിവസങ്ങൾ ആഴ്ചകളായി മാറി. മാധവന്റെ സ്വഭാവത്തിലെ ഈ അഹങ്കാരം അയാളുടെ ജോലി സ്ഥലത്തെയും ബാധിച്ചു തുടങ്ങി. സഹപ്രവർത്തകരോടും കീഴുദ്യോഗസ്ഥരോടും അയാൾ പുച്ഛത്തോടെയാണ് പെരുമാറിയത്. താൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണെന്ന ഭാവത്തിലാണ് അയാൾ നടന്നത്. സുമതിയാകട്ടെ തന്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മാധവന്റെ അഹങ്കാരത്തിന് കുറവൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ അയാൾ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറി. സഹപ്രവർത്തകരെ പുച്ഛിക്കലും കീഴുദ്യോഗസ്ഥരെ പരസ്യമായി അപമാനിക്കലും അയാളുടെ വിനോദമായി മാറി. വീട്ടിലാകട്ടെ സുമതിയും മക്കളും അയാളുടെ നിഴൽ കണ്ടാൽ പോലും ഭയക്കുന്ന അവസ്ഥയിലായി. സ്നേഹത്തിന്റെ തണലില്ലാത്ത ആ വീട് വെറും ഒരു കെട്ടിടം മാത്രമായി ഒതുങ്ങി. അഭിജിത്തും അഞ്ജലിയും വളർന്നു വലുതാവുകയായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ അച്ഛൻ എന്നത് സ്നേഹമുള്ള ഒരാളെയല്ല, മറിച്ച് ഭയത്തിന്റെ പ്രതിരൂപമായാണ് പതിഞ്ഞത്. എങ്കിലും
കാലം കാത്തുവെച്ച തിരിച്ചടികൾ മാധവനെ തേടിയെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല. മാധവൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായും അതിൽ അയാൾക്ക് പങ്കുണ്ടെന്നുമുള്ള ആരോപണം ഉയർന്നു. യഥാർത്ഥത്തിൽ അയാൾക്കതിൽ നേരിട്ട് പങ്കില്ലായിരുന്നുവെങ്കിലും അയാളുടെ പെരുമാറ്റം കാരണം വെറുപ്പുണ്ടായിരുന്ന സഹപ്രവർത്തകർ ആരും അയാളെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. ഒരു സുപ്രഭാതത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മാധവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. വർഷങ്ങളായി താൻ കെട്ടിപ്പൊക്കിയ പദവിയും അധികാരവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി. എനിക്കാരെയും പേടിയില്ല, എനിക്കിനിയും വലിയ ജോലി കിട്ടും എന്നായിരുന്നു അപ്പോഴും മാധവന്റെ വീരവാദം. പക്ഷേ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ മറ്റു കമ്പനികളൊന്നും അയാൾക്ക് ജോലി നൽകാൻ തയ്യാറായില്ല. വരുമാനം നിലച്ചതോടെ മാധവൻ കൂടുതൽ അസ്വസ്ഥനായി. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം ഒന്നൊന്നായി കുറഞ്ഞു തുടങ്ങി. ഈ സമയത്താണ് അയാൾ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചത്. തന്റെ ആകെയുള്ള വീടും സ്ഥലവും പണയപ്പെടുത്തി അയാൾ വലിയൊരു തുക വായ്പയെടുത്തു. സുമതി എതിർത്തെങ്കിലും അയാൾ അത് കേട്ടില്ല. നീ വെറും പെണ്ണാണ്, നിനക്ക് ബിസിനസിനെ കുറിച്ച് എന്തറിയാം എന്നായിരുന്നു അയാളുടെ മറുപടി. ബിസിനസ് തുടങ്ങിയ ആദ്യ മാസങ്ങളിൽ ലാഭം കിട്ടുന്നത് പോലെ തോന്നി. മാധവൻ വീണ്ടും തന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്ന് മോഹിച്ചു. എന്നാൽ വിധി വീണ്ടും ചതിച്ചു. പങ്കാളികളായ സുഹൃത്തുക്കൾ അയാളെ വഞ്ചിച്ചു. അവർ കമ്പനിയുടെ പണവുമായി മുങ്ങി. മാധവൻ ഒറ്റപ്പെട്ടു. ബാങ്കിൽ നിന്നുള്ള നോട്ടീസുകളും ഒന്നിനു പുറകെ ഒന്നായി വന്നു തുടങ്ങി. പലിശയുമായി കടം കുന്നുകൂടി. ഒരു വൈകുന്നേരം ബാങ്ക് അധികൃതർ വീട്ടിലെത്തി. ജപ്തി നടപടികൾ പൂർത്തിയായിരിക്കുന്നു. താൻ അഹങ്കാരത്തോടെ പടിയിറക്കി വിട്ട് ഓരോ പാവപ്പെട്ടവനെയും ഓർമ്മിപ്പിക്കും വിധം മാധവൻ ഇന്ന് അതേ പടിവാതിൽക്കൽ നിസ്സഹായനായി നിന്നു. സുമതി, നമുക്ക് വീട് വിറ്റ് കൊടുക്കേണ്ടി വരും, മാധവൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സുമതി ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകളിൽ പക്ഷേ പഴയ സങ്കടമില്ലായിരുന്നു, മറിച്ച് ഒരു തരം മരവിപ്പായിരുന്നു. മക്കൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ തങ്ങളുടെ ചെറിയ ബാഗ് ഒരുക്കി. വീടിന്റെ ആധാരവും താക്കോലും ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് കൈമാറി അവർ പുറത്തിറങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവം കുട്ടിയെ താൻ ചവിട്ടി പുറത്താക്കിയ അതേ ഉമ്മറപ്പടികൾ ഇറങ്ങുമ്പോൾ മാധവന്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഗേറ്റിലെ യാചകർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഇപ്പോൾ അയാളെ പരിഹസിക്കുന്നത് പോലെ തോന്നി. അയാൾക്കും കുടുംബത്തിനും ഇപ്പോൾ പോകാൻ ഒരിടവുമില്ലായിരുന്നു. വാടക വീടെടുക്കാൻ പോലും കയ്യിൽ പണമില്ല. സുമതിയുടെ ബന്ധുക്കൾ ആരും സഹായിക്കാൻ തയ്യാറായില്ല. മാധവന്റെ അഹങ്കാരം കാരണം എല്ലാവരും നേരത്തെ തന്നെ അവരിൽ നിന്ന് അകന്നിരുന്നു. അവസാനം സുമതിയുടെ ദൂരെയുള്ള ഒരു ബന്ധുവിന്റെ സഹായത്തോടെ അവർ നഗരത്തിലേക്ക് കുടിയേറി. ഒരു ചെറിയ വാടക മുറിയിൽ ഒതുങ്ങിക്കൂടുമ്പോഴും മാധവനുള്ളിൽ നേറുകയായിരുന്നു. പക്ഷെ കാലം അവിടെയും അവസാനിച്ചില്ല. സുമതി ഒരു തുണിക്കടയിൽ ജോലിക്ക് പോയി തുടങ്ങി. മക്കൾ പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലികൾ ചെയ്തു. മാധവനാകട്ടെ മാനസികമായി തകർന്ന് ഒന്നിനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. തന്റെ ജീവിതം ഇത്ര പെട്ടെന്ന് തകരുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നഗരത്തിന്റെ തിരക്കേറിയ ഒരറ്റത്ത് പുകപടലങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ വാടക മുറിയിലായിരുന്നു മാധവന്റെയും കുടുംബത്തിന്റെയും പുതിയ ജീവിതം. ഗ്രാമത്തിലെ ആ വലിയ വീടും പറമ്പും ഓർമ്മകൾ മാത്രമായി മാറി. അവിടെ രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന മാധവൻ ഇപ്പോൾ വെറും ഒരു നിഴലായി മാറി. പദവിയും പണവും നഷ്ടപ്പെട്ടപ്പോൾ അയാളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നു. ദിവസവും ജോലി അന്വേഷിച്ച് ഇറങ്ങുമെങ്കിലും പ്രായവും അയാളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വാർത്തകളും തടസ്സമായി നിന്നു. നിരാശ മൂത്ത മാധവൻ സാവധാനം രോഗിയായി മാറി. സുമതിയായിരുന്നു ആ കുടുംബത്തിന്റെ നെടുംതൂണ്. താൻ അതുവരെ ചെയ്തിട്ടില്ലാത്ത ജോലികൾ ചെയ്യാൻ അവൾ മടിച്ചില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അയൽപക്കത്തെ വീടുകളിൽ പാത്രം കഴുകാനും തുണി നനക്കാനും അവൾ പോയി തുടങ്ങി. വൈകുന്നേരങ്ങളിൽ ഒരു ചെറിയ തുണിക്കടയിൽ നിൽക്കും. മടുപ്പ് തോന്നുമ്പോഴെല്ലാം അവൾ തന്റെ മക്കളുടെ മുഖത്തേക്ക് നോക്കും. എന്റെ മക്കൾക്ക് ഈ ഗതി വരരുത് എന്ന ഉറച്ച തീരുമാനമായിരുന്നു അവളെ മുന്നോട്ട് നയിച്ചത്. അഭിജിത്തും അഞ്ജലിയും തങ്ങളുടെ അമ്മയുടെ കഷ്ടപ്പാട് നേരിൽ കണ്ട് വളർന്നു. പണ്ട് അച്ഛന്റെ ആഡംബരത്തിൽ വളർന്ന കുട്ടികളല്ലായിരുന്നു അവർ ഇപ്പോൾ. അഭിജിത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പഠനത്തിനോടൊപ്പം ചെറിയ ജോലികൾ ചെയ്യാൻ തീരുമാനിച്ചു. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് അവൻ വീടുകളിൽ പത്രം എത്തിച്ചു. അതിനുശേഷം സ്കൂളിൽ പോകും. വൈകുന്നേരം അടുത്തുള്ള ഒരു ചായക്കടയിൽ സപ്ലയറായി നിന്നു. അഞ്ജലിയാകട്ടെ പഠനത്തിലായിരുന്നു ശ്രദ്ധ. അവൾ വീട്ടിലിരുന്ന് തുന്നൽ ജോലികളിൽ അമ്മയെ സഹായിച്ചു. പഴയ പുസ്തകങ്ങൾ വാങ്ങി പഠിച്ചു. തെരുവു വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് നോട്ട് എഴുതിയും അവർ തങ്ങളുടെ സ്വപ്നങ്ങളെ താലോലിച്ചു. അമ്മേ, വിഷമിക്കേണ്ട, ഞങ്ങൾ വലിയ ആളുകളാകും. അമ്മയെ ഞങ്ങൾ പഴയതുപോലെ നോക്കും. ഒരു രാത്രി പഴയ പായൽ കിടന്നുകൊണ്ട് അഭിജിത്ത് പറഞ്ഞു. സുമതി അവന്റെ തലയിൽ തലോടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ നല്ല മനുഷ്യരായാൽ മതി മക്കളെ, മറ്റുള്ളവരുടെ വേദന അറിയുന്ന മനുഷ്യർ. ആ വാക്കുകൾ കേട്ടപ്പോൾ തൊട്ടടുത്ത മുറിയിൽ തളർന്നു കിടന്നിരുന്ന മാധവന്റെ ഉള്ളിൽ ഒരു മിന്നൽ വീണു. പണ്ട് താൻ ആഹാരം ചവിട്ടി തെറിപ്പിച്ച ആ പാവം കുട്ടിയുടെ മുഖം അയാൾ വീണ്ടും ഓർത്തു. തന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം ആ
ശാപമാണോ എന്നയാൾ ഭയന്നു. നഗരത്തിലെ ജീവിതം കഠിനമായിരുന്നു. പല ദിവസങ്ങളിലും അവർക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു. ഒരു നേരത്തെ ആഹാരത്തിനായി സുമതി ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അഭിജിത്തിന്റെ ഉള്ളിൽ കടുത്ത വാശി വളർന്നു. അവൻ ഉറക്കമില്ലാതെ പഠിച്ചു. പഠനത്തിനോടൊപ്പം കിട്ടുന്ന ചെറിയ തുകകളെല്ലാം അവൻ ഒരു പഴയ കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചു. തന്റെയും അനിയത്തിയുടെയും വിദ്യാഭ്യാസത്തിന് അത് വേണമെന്ന് അവൻ അറിയാമായിരുന്നു. സ്കോളർഷിപ്പുകൾക്കായി അവൻ അപേക്ഷിച്ചു. അധ്യാപകർക്ക് ആ മിടുക്കനായ വിദ്യാർത്ഥിയോട് വലിയ സ്നേഹമായിരുന്നു. അവന്റെ ദാരിദ്ര്യം അവന്റെ ബുദ്ധിയെ തളർത്തിയില്ല, മറിച്ച് മൂർച്ച കൂട്ടുകയാണ് ഉണ്ടായത്. അഞ്ജലിയും ഒട്ടും പിന്നിലായിരുന്നില്ല. അവൾ നഴ്സിംഗ് പഠിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ തന്റെ അമ്മയുടെ വേദനകൾക്ക് പരിഹാരം കാണാമെന്ന് അവൾ വിശ്വസിച്ചു. വീട്ടിലെ ഇല്ലായ്മകൾക്കിടയിലും അവർ പരസ്പരം താങ്ങായി നിന്നു. മാധവൻ അപ്പോഴേക്കും പൂർണ്ണമായും കിടപ്പിലായി കഴിഞ്ഞിരുന്നു. പ്രമേഹവും മാനസിക സമ്മർദ്ദവും അയാളെ തളർത്തി. ഒരു കാലത്ത് ആരെയും വകവെക്കാതിരുന്ന ആ മനുഷ്യനിപ്പോൾ ഒരു ഗ്ലാസ് വള്ളത്തിനായി സുമതിയെയും മക്കളെയും ആശ്രയിക്കേണ്ടി വന്നു. അഭിജിത്തിന് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ച ദിവസം ആ ചെറിയ മുറിയിൽ സന്തോഷത്തിന്റെ കണ്ണീർ പടർന്നു. പക്ഷേ അവിടെയും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഫീസിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? സുമതി തന്റെ കഴുത്തിലെ അവസാനത്തെ സ്വർണമാലയും ഊരി അവന് നൽകി. ഇത് വിറ്റോളൂ മോനെ, നീ പഠിക്കണം. അഭിജിത്ത് ആ മാല കയ്യിൽ വാങ്ങുമ്പോൾ ഒരു സത്യം ചെയ്തു. തന്റെ അമ്മയുടെ ഈ കഷ്ടപ്പാടിന് താൻ പകരം വീട്ടും. പണം കൊണ്ടല്ല, മറിച്ച് തന്റെ വിജയത്തിലൂടെ. 10 വർഷങ്ങൾ കഴിഞ്ഞു. കാലം ഒന്നിനു പുറകെ ഒന്നായി ചുവടുകൾ വെച്ച് നീങ്ങി. നഗരത്തിലെ ആ പഴയ ചേരി പ്രദേശത്തെ ചെറിയ മുറിയിൽ നിന്ന് മാധവന്റെ കുടുംബം ഒരുപാട് ദൂരം മുന്നോട്ടു പോയിരിക്കുന്നു. ആ 10 വർഷങ്ങൾ കണ്ണുനീരിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും കഥയായിരുന്നു. അഭിജിത്തും അഞ്ജലിയും വിശപ്പറിയാതെ ഉറങ്ങിയ രാത്രികൾ ചുരുക്കമായിരുന്നു. എന്നാൽ ഓരോ തളർച്ചയിലും അവർ പരസ്പരം താങ്ങായി നിന്നു. പണ്ട് തന്റെ അച്ഛൻ ചവിട്ടിത്തെറിപ്പിച്ച ആ ഒരു തളിക ചോറിനോടുള്ള പ്രായച്ചിത്തം എന്നോണം ആഹാരത്തിന്റെയും പണത്തിന്റെയും വില അവർ നന്നായി പഠിച്ചു. അഭിജിത്ത് ഇന്ന് ഒരു വലിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ സീനിയർ എഞ്ചിനീയർ ആണ്. അവന്റെ ബുദ്ധിയും കഠിനാധ്വാനവും അവനെ വിദേശ രാജ്യങ്ങളിലേക്ക് വരെ എത്തിച്ചു. വലിയൊരു കമ്പനിയുടെ പ്രൊജക്ട് ഹെഡ് ആയി അവൻ മാറുമ്പോഴും അവന്റെ ഉള്ളിൽ പഴയ കൊച്ചു ബാലൻ ഉണ്ടായിരുന്നു. അമ്മയുടെ കണ്ണുനീർ തുടക്കാൻ ആഗ്രഹിച്ച ബാലൻ. അഞ്ജലി ആകട്ടെ പഠനത്തിൽ മികവ് പുലർത്തി ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ നഴ്സിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ അതേ ആശുപത്രിയിൽ തന്നെ ഒരു നഴ്സായി ജോലി ചെയ്യുന്നു. സുമതിയുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു തുടങ്ങിയിരുന്നു. മക്കളുടെ വിജയത്തോടെ അവർ നഗരത്തിലെ ഒരു നല്ല ഫ്ലാറ്റിലേക്ക് താമസം മാറി. സുമതിക്കിപ്പോൾ ജോലിക്ക് പോകേണ്ടതില്ല. അവളിപ്പോൾ ആ വീടിന്റെ ഐശ്വര്യമായി വിശ്രമിക്കുന്നു. എങ്കിലും ആ പഴയ ഓർമ്മകൾ അവളെ വിട്ടുപോയില്ല. മക്കൾ രണ്ടുപേരും ഇന്ന് ഉയർന്ന നിലയിലാണെങ്കിലും അവർ വിനയമുള്ളവരായിരുന്നു. അഹങ്കാരം അവരെ തൊട്ടിരുന്നില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള സുമതിയുടെ സ്വഭാവം മക്കളിലും വേണ്ടുവോളം ഉണ്ടായിരുന്നു. എന്നാൽ മാധവന്റെ അവസ്ഥ ദയനീയമായിരുന്നു. ശരീരത്തിന്റെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചു. പ്രമേഹം കൂട്ടിന് എത്തിയതോടെ കാഴ്ചയും മങ്ങിത്തുടങ്ങി. താൻ പണ്ട് ചെയ്ത തെറ്റുകൾ ഓരോന്നായി അയാളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. മക്കളിന്ന് തന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകളിൽ നോക്കാൻ അയാൾക്ക് ഭയമായിരുന്നു. അവരോട് സംസാരിക്കാൻ പോലും അയാൾക്ക് മടി തോന്നി. താൻ സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ താൻ പുച്ഛിച്ച അതേ മനുഷ്യരുടെ കൂടെ നിൽക്കേണ്ടി വന്ന അവസ്ഥ അയാളെ മാനസികമായി തളർത്തി. ഒരു ദിവസം വൈകുന്നേരം അഭിജിത്ത് ഓഫീസിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഒരു വലിയ വാർത്തയുമായിട്ടാണ് എത്തിയത്. അമ്മേ, നമുക്ക് നമ്മുടെ പഴയ നാട്ടിലേക്കൊന്ന് പോയാലോ? നമ്മുടെ വീട് അതിപ്പോൾ വിൽക്കാനിട്ടിരിക്കുകയാണ്. എനിക്ക് തിരിച്ചു വാങ്ങണം. അഭിജിത്തിന്റെ വാക്കുകൾ കേട്ട് സുമതിയുടെ കണ്ണ് നിറഞ്ഞു. തങ്ങൾ ഒരുപാട് സ്നേഹിച്ച് പിന്നീട് പടിയിറങ്ങേണ്ടി വന്ന ആ വീട്. അഞ്ജലിക്കും അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. പക്ഷേ മാധവനൊന്നും മിണ്ടിയില്ല. അയാൾ തല താഴ്ത്തിയിരുന്നു. ആ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അയാൾക്ക് അഭിമാനക്കേട് തോന്നി. പണ്ട് അഹങ്കാരത്തോടെ പടിയിറങ്ങിയവരുടെ മുന്നിലൂടെ എങ്ങനെ തിരിച്ചു പോകും? എന്നാൽ അഭിജിത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാനല്ല, മറിച്ച് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാമെന്ന് കാണിച്ചു കൊടുക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അഭിജിത്ത് നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. തന്റെ പഴയ വീട് ലേലത്തിൽ എടുത്തവരിൽ നിന്ന് അത് തിരികെ വാങ്ങാനുള്ള നടപടികൾ അവൻ പൂർത്തിയാക്കി. കോടികൾ വിലമതിക്കുന്ന ആ പഴയ തറവാടിപ്പോൾ വീണ്ടും അവരുടെ കൈകളിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. പക്ഷേ മാധവൻ അപ്പോഴേക്കും മാനസികമായി ഒരു തരം ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. പണ്ട് താൻ ആട്ടി ഓടിച്ച ഓരോ യാചകനും തന്റെ സ്വപ്നത്തിൽ വരുന്നത് അയാൾ ഭയപ്പെട്ടു. എനിക്കങ്ങോട്ട് വരണ്ട, എന്നെ ആരും തിരിച്ചറിയരുത് എന്നയാൾ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ നാട്ടിലേക്ക് പുറപ്പെടാനുള്ള ദിവസമെത്തി. വലിയൊരു ലക്ഷറി കാറിൽ അഭിജിത്തും അഞ്ജലിയും അമ്മയെയും കൂട്ടി പുറപ്പെട്ടു. മാധവൻ പിൻസീറ്റിൽ ഒരു മൂലക്കൊതുങ്ങിയിരുന്നു. ഗ്രാമത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ മാധവന്റെ നെഞ്ചിടിപ്പ് കൂടി. മരങ്ങളും പാടങ്ങളും പഴയതുപോലെ തന്നെ ഉണ്ടെങ്കിലും അയാളുടെ
ഉള്ളിലെ ആ പഴയ മനുഷ്യൻ മരിച്ചിരുന്നു. പണ്ട് അഹങ്കാരത്തിന്റെ ഉച്ചകോടിയിൽ നിന്ന മാധവനല്ല ഇന്നയാൾ. ആ യാത്ര അവസാനിക്കുന്നത് പഴയ വീടിന്റെ പടികളിലായിരുന്നു. അഭിജിത്തിന്റെ ആധുനികമായ കാർ ഗ്രാമത്തിലെ പരിചിതമായ വഴികളിലൂടെ സാവധാനം നീങ്ങി. 10 വർഷങ്ങൾ കൊണ്ട് ഗ്രാമം ഒരുപാട് മാറിയിരിക്കുന്നു. പാടങ്ങൾ പലതും വലിയ കെട്ടിടങ്ങൾക്ക് വഴിമാറി. എങ്കിലും ആ കാറ്റിലെ മണ്ണിന്റെ മണവും മരങ്ങളുടെ പച്ചപ്പും സുമതിയുടെ ഉള്ളിൽ പഴയ ഓർമ്മകളെ ഉണർത്തി. അവൾ ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഒരു കാലത്ത് ഈ വഴികളിലൂടെ തല ഉയർത്തി നടന്നിരുന്നവളാണ് ഞാൻ. പിന്നീട് വിധി ഞങ്ങളെ ഇതേ വഴിയിലൂടെ കണ്ണീരോടെ പടിയിറക്കി. ഇന്ന് മക്കളുടെ തണലിൽ വീണ്ടും മടങ്ങിയെത്തിയപ്പോൾ അവളുടെ മനസ്സിൽ 1000 വികാരങ്ങൾ കടന്നുപോയി. കാറിന്റെ പിൻസീറ്റിൽ തളർന്നിരിക്കുന്ന മാധവന്റെ അവസ്ഥ ദയനീയമായിരുന്നു. പുറത്തെ കാഴ്ചകൾ കാണാൻ അയാൾക്ക് താല്പര്യമില്ല. ഗ്രാമവാസികൾ ആരെങ്കിലും തന്നെ തിരിച്ചറിയുമോ എന്ന ഭയം അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. താൻ പണ്ട് കാണിച്ച അഹങ്കാരങ്ങൾ ഗ്രാമത്തിലെ ഓരോ കല്ലിനും മരത്തിനും അറിയാമെന്ന് അയാൾക്ക് തോന്നി. ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും അയാളുടെ ഉള്ളിലെ കുറ്റബോധം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവരുന്നത് എന്നയാൾ പതുക്കെ പിറുപിറുത്തു. പക്ഷെ മക്കൾ അത് കേട്ടില്ല. കാർ ഒടുവിൽ ആ പഴയ വീടിന്റെ ഗേറ്റിനു മുന്നിൽ വന്നു നിന്നു. പണ്ട് മാധവൻ അഹങ്കാരത്തോടെ യാചകർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് തൂക്കിയ അതേ ഗേറ്റ്. ഇന്നാ ബോർഡ് അവിടെയില്ല. പകരം തുരുമ്പ് പിടിച്ച ഇരുമ്പ് ഗേറ്റും കാടു പിടിച്ചു കിടക്കുന്ന ഒരു വീടും. അഭിജിത്ത് കാറിൽ നിന്നിറങ്ങി ആ ഗേറ്റ് തുറന്നു. വീടിന്റെ അവസ്ഥ കണ്ട് സുമതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ചുവരുകളിലെ ചായം അടർന്നു പോയിരിക്കുന്നു. മനോഹരമായ പൂന്തോട്ടം നിന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നു. എങ്കിലും ആ വീടിന്റെ ആത്മാവ് ഇപ്പോഴും അവിടെയുണ്ടെന്ന് അവൾക്ക് തോന്നി. അഭിജിത്തും അഞ്ജലിയും ചേർന്ന് സുമതിയെയും മാധവനെയും താങ്ങി വീടിന്റെ ഉമ്മറത്തേക്ക് നടത്തി. ഉമ്മറപ്പടിയിൽ എത്തിയപ്പോൾ സുമതി ഒരു നിമിഷം നിന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആ പാവം ബാലൻ ചോറുണ്ണാൻ ഇരുന്ന അതേ സ്ഥലം. മാധവൻ ആഹാരത്തളിക തട്ടിത്തെറിപ്പിച്ചത് ഇവിടെ വെച്ചാണ്. അവൾ അറിയാതെ ആ തറയിലൊന്ന് തൊട്ടു. മാധവൻ വിറയലോടെ തുണിയിൽ പിടിച്ചു നിന്നു. പഴയ ആ കാഴ്ച അയാളുടെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. താൻ ചവിട്ടിത്തെറിപ്പിച്ച ചോറുമണികൾ ഇപ്പോൾ തറയിൽ കിടന്ന് തന്നെ നോക്കി ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അമ്മേ, വിഷമിക്കേണ്ട, നമുക്കിത് പഴയതിലും മനോഹരമാക്കാം, അഭിജിത്ത് സുമതിയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു. അവൻ വീടിന്റെ വാതിൽ തുറന്നു. ഉള്ളിൽ മാറാലയും പൊടിയും നിറഞ്ഞുവെങ്കിലും ആ പഴയ ഓർമ്മകൾ അവിടെ തളം കെട്ടി നിന്നു. അഞ്ജലി മുറികളെല്ലാം നടന്നു കണ്ടു. കുട്ടിക്കാലത്ത് തങ്ങൾ കളിച്ചു നടന്ന ഇടങ്ങൾ. ഓരോ മുറികളും ഓരോ കഥ പറയുന്നുണ്ടായിരുന്നു. അഭിജിത്ത് ഉടൻ തന്നെ നാട്ടിലെ പണിക്കാരെ വിളിച്ച് വീട് വൃത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. നാട്ടുകാർ ഓരോരുത്തരായി വിവരമറിഞ്ഞ് കൂടിത്തുടങ്ങി. ഇത് മാധവന്റെ മക്കളല്ലേ, എന്തൊരു വളർച്ചയാണ് അവർക്ക് എന്നവർ അത്ഭുതത്തോടെ സംസാരിച്ചു. പഴയ അയൽവാസികൾ സുമതിയെ കാണാൻ ഓടിയെത്തി. എല്ലാവർക്കും അവളോട് സ്നേഹമായിരുന്നു. എന്നാൽ മാധവൻ ആരെയും നോക്കിയില്ല. അയാൾ വീടിന്റെ ഒരു മൂലയിൽ തല താഴ്ത്തിയിരുന്നു. തന്റെ പ്രതാപകാലത്ത് എല്ലാവരെയും പുച്ഛിച്ചവനാണ് താൻ. ഇന്ന് ഞാൻ ഒന്നുമല്ലാതെയായിരിക്കുന്നു. മക്കളുടെ പണം കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ പടി കടന്നതെന്ന് അയാൾക്ക് നന്നായി അറിയാം. അന്ന് വൈകുന്നേരം വീടിന് മുന്നിലൂടെ പോയ ഒരു വൃദ്ധൻ മാധവനെ നോക്കി നിന്നു. ഇത് മാധവനല്ലേ? പഴയ മാധവനല്ലല്ലോ ഇത്. കാലം വലിയ കരുത്തൻ തന്നെ. ആ വാക്കുകൾ മാധവന്റെ നെഞ്ചിൽ തറച്ചു. അയാൾക്ക് മറുപടി പറയാൻ നാവുയർന്നില്ല. അപ്പോഴാണ് വീടിന്റെ ഗേറ്റിനു പുറത്ത് ഒരു രൂപം ശ്രദ്ധയിൽപ്പെട്ടത്. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച കയ്യിൽ ഒരു വടിയുമായി നിൽക്കുന്ന ഒരു വൃദ്ധൻ. അയാൾ പതുക്കെ നടന്ന് ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു. അയാൾ ഒരു യാചകനായിരുന്നു. മാധവൻ ആ രൂപത്തെ നോക്കി നെട്ടിപ്പോയി. അത് മറ്റാരുമല്ലായിരുന്നു. ഒരിക്കൽ മാധവന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന അയാൾ ക്രൂരമായി പിരിച്ചുവിട്ട ഒരു പഴയ തൊഴിലാളിയായിരുന്നു അത്. വിധി ഓരോരുത്തരെയും കൊണ്ടെത്തിക്കുന്ന ഇടങ്ങൾ കണ്ട് മാധവൻ തരിച്ചു നിന്നു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഇതിലും വലിയൊരു സത്യം ഗ്രാമത്തിൽ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ പഴയ വീട്ടിൽ ഒരു രാത്രി കൂടി പിറന്നു. അഭിജിത്തും അഞ്ജലിയും വീട് വൃത്തിയാക്കി പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ മാധവന്റെ ഉള്ളിൽ കുറെ ചിന്തകൾ കടന്നുപോയി. അന്ന് വൈകുന്നേരം ഗേറ്റിന് മുന്നിൽ കണ്ട ആ പഴയ തൊഴിലാളിയുടെ രൂപം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. താൻ അധികാരത്തിൽ ഇരുന്നപ്പോൾ എത്ര പേരുടെ കണ്ണുനീർ വീഴ്ത്തിയിട്ടുണ്ടാകും എന്ന ചിന്ത അയാളെ വേട്ടയാടി. ആ രാത്രി അയാൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ചില പ്രമുഖർ അഭിജിത്തിനെ കാണാൻ എത്തി. അവർക്കൊരു വലിയ സഹായം ആവശ്യമുണ്ടായിരുന്നു. ഗ്രാമത്തിൽ പുതുതായി പണിയുന്ന ഡയാലിസിസ് സെന്ററിന് വലിയൊരു തുക ആവശ്യമാണ്. അഭിജിത്ത് ഒട്ടും മടിക്കാതെ തന്നെ വലിയൊരു തുക വാഗ്ദാനം ചെയ്തു. സഹായിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത് കേട്ടുനിന്ന നാട്ടുകാർ മാധവനെ നോക്കി. പണ്ട് ഒരു പൈസ പോലും ആർക്കും കൊടുക്കാത്ത മാധവന്റെ
മകൻ ഇത്രയും ഉദാരമനസ്കനായത് അവർക്ക് അത്ഭുതമായിരുന്നു. ഉച്ചയോടെ സുമതി വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ പഴയൊരു പരിചയക്കാരൻ അവിടേക്ക് വന്നു. അയാൾ ആ ഗ്രാമത്തിലെ പഴയൊരു പോസ്റ്റ്മാൻ ആയിരുന്നു. അയാൾ സുമതിയോട് വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഒരു പഴയ കഥ ഓർത്തെടുത്തു. സുമതി, നിനക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയ ആ പയ്യനെ? അന്ന് മാധവൻ ചോറ് പാത്രം തട്ടിത്തെറിപ്പിച്ച ആ കുട്ടി? ആ ചോദ്യം കേട്ടതും മാധവൻ അറിയാതെ ഉമ്മറത്തേക്ക് നടന്നു വന്നു. അയാളുടെ കാതുകൾ കൂർത്തു. സുമതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനെ എങ്ങനെ മറക്കാനാണ്? എന്റെ മക്കളെ പോലെ ഞാൻ കരുതിയതാണ് അവനെ. അവൻ എവിടെയാണെന്ന് വല്ല അറിവുമുണ്ടോ? സുമതി ചോദിച്ചു. ആ പോസ്റ്റ്മാൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അവൻ അന്ന് ഇവിടുന്ന് ഓടിപ്പോയത് അടുത്തുള്ള ടൗണിലേക്കാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റും ഭിക്ഷയെടുത്തും അവൻ ജീവിച്ചു. പക്ഷേ അവൻ നല്ല ബുദ്ധിയുള്ളവനാണ്. ആരോ ഒരു പുണ്യവാൻ അവനെ പഠിപ്പിച്ചു. ഇന്ന് അവൻ ഈ ജില്ലയിലൊരു വലിയ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. പക്ഷെ അവന്റെ ജീവിതം എളുപ്പമായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ മാധവന്റെ നെഞ്ചിൽ ഒരു കല്ല് വീണതുപോലെ തോന്നി. താൻ ചവിട്ടി പുറത്താക്കിയ കുട്ടി ഇന്ന് വലിയ നിലയിൽ എത്തിയിരിക്കുന്നു. അതേസമയം താൻ ഇത്രയും താഴെയും. അധികാരവും പണവും കണ്ട് അഹങ്കരിച്ച താൻ ഇന്ന് ഒന്നുമില്ലാത്തവനായിരിക്കുന്നു. സുമതിയുടെ മുഖത്തൊരു സന്തോഷം മിന്നി മറഞ്ഞു. ഓ, അവനിപ്പോൾ നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, അത് മതി. അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. അന്ന് രാത്രി അയാൾക്കൊരു നിമിഷം പോലും കണ്ണടക്കാൻ കഴിഞ്ഞില്ല. താൻ സമ്പാദിച്ച പണവും പദവിയും അഹങ്കാരവും എല്ലാം വെറും മണൽ കൊട്ടാരങ്ങളായിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. മക്കൾക്കിന്ന് പണമുണ്ടായിരിക്കാം, അവർ തന്നെ സുഖമായി നോക്കുന്നുണ്ടാകും. പക്ഷേ തന്റെ ആത്മാവിനേറ്റ മുറിവുകൾക്ക് ആ പണം മരുന്നാകില്ലെന്ന് അയാൾ മനസ്സിലാക്കി. പ്രമേഹം അയാളുടെ കാഴ്ചയെയും ചലനശേഷിയെയും ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതെയാക്കിയിരുന്നു. മക്കളും സുമതിയും അയാളെ പൊന്നുപോലെ നോക്കി. താൻ പണ്ട് അവരോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരമായി അവർ നൽകിയ സ്നേഹം അയാളെ കൂടുതൽ വേദനിപ്പിച്ചു. ഒരു വലിയ വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നടുവിൽ ഇരിക്കുമ്പോഴും തന്റെ ഉള്ളിൽ വിശക്കുന്ന ഒരു ഭിക്ഷക്കാരനുണ്ടെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. പശ്ചാത്താപം അയാളെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചു. ഒരു ദിവസം പുലർച്ചെ വീട്ടുകാർ ഉണരുന്നതിന് മുമ്പ് മാധവൻ ആരും കാണാതെ വീടിന് പുറത്തിറങ്ങി. താൻ പണ്ട് ആഡംബരത്തോടെ നടന്ന വഴികളിൽ അയാൾ നടന്നു. ഇന്ന് കാഴ്ച മങ്ങിയ കണ്ണുകളുമായി മുഷിഞ്ഞ ഒരു മുണ്ടെടുത്ത് അയാൾ നടക്കുമ്പോൾ ആരും അയാളെ തിരിച്ചറിഞ്ഞില്ല. നടന്നു തളർന്ന് അയാൾ ഗ്രാമത്തിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിന്റെ പടികൾ ചെന്ന് ഇരുന്നു. കാലത്തിന്റെ കളികൾ നോക്കൂ. ഒരു കാലത്ത് യാചകരെ പടിക്കു പുറത്താക്കിയ മാധവൻ ഇന്നൊരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ആ ക്ഷേത്രമുറ്റത്ത് ഇരിക്കുന്നു. അയാൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഫലമായി ഇന്നും അയാൾ അനുഭവിക്കുന്നു.